മാതൃഭൂമി ഫോട്ടോഗ്രാഫർക്ക് കേക്ക് മുറിച്ച് മധുരം പകർന്നുകൊണ്ടാണ് തൻ്റെ സൗഹൃദം, തൻ്റെ സ്നേഹം, തനിക്ക് ലഭിച്ച പുരസ്കാരത്തിൻ്റെ അഭിമാനം പങ്കുവെച്ചുകൊണ്ട് മോഹൻലാൽ ഇപ്പോൾ ആഘോഷമായി തന്നെ നമ്മളെല്ലാവരും ആഘോഷിക്കുകയാണ് മോഹൻലാലിൻ്റെ പുരസ്കാര നേട്ടത്തെ. ആഘോഷമായി തന്നെ എല്ലാവരുമായി സംസാരിച്ച് മടങ്ങുന്നത്. തീർച്ചയായും ഒരു സിനിമ പോലെ ആ വാർത്താ സമ്മേളനം അവസാനിച്ചു. മോഹൻലാലിൻ്റെ വാക്കുകളും വളരെ പ്രസക്തമായിരുന്നു. എല്ലാവർക്കും നന്ദി പറഞ്ഞ് തനിക്ക് കിട്ടിയ ഭാഗ്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു. ആ ഭാഗ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഭാഗ്യം ചെയ്ത മറ്റൊരാൾ നമ്മളോടൊപ്പം ഉണ്ട്. മോഹൻലാൽ ആഹ്ലാദം പങ്കുവച്ചത് മാധ്യമപ്രവർത്തകരുടെ ഒരു പ്രതിനിധി എന്ന നിലയിലും അദ്ദേഹത്തോടുള്ള സൗഹൃദത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലും ഇദ്ദേഹത്തിന് കേക്ക് നൽകിക്കൊണ്ടാണ്. എങ്ങനെയായിരുന്നു? ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല. രാഗിനറിയാം, കാരണം നമ്മൾ കുറച്ചു മുമ്പ് ലാലേട്ടനെ കുറിച്ച് സംസാരിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ, ഞാൻ എൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ്. ലാലേട്ടൻ പെട്ടെന്ന് ഇങ്ങനെ വിളിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല. എന്തായാലും വളരെ സന്തോഷം. കാരണം ലാലേട്ടൻ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മലയാള സിനിമയിലെ അപൂർവം നടന്മാരിൽ ഒന്നാമനാണ് ലാലേട്ടൻ. അപ്പോൾ ലാലേട്ടൻ്റെ അങ്ങനെ ഒരു സ്നേഹം ഇത്രയും ആളുകളുടെ മുമ്പിലും ഇത്രയും മീഡിയയുടെ മുമ്പിൽ വെച്ച് കാണിക്കുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എനിക്ക് ഒന്നും പറയാനില്ല, വാക്കുകൾ കിട്ടുന്നില്ല. ഞാൻ വളരെ ഇമോഷണലായി പോയി ആ സമയത്ത്. കാരണം അങ്ങനെ വിളിക്കുക എന്ന് പറയുമ്പോൾ അത് ലാലേട്ടൻ്റെ ഒരു സ്നേഹമാണ്. ഇതാണ് ലാലേട്ടൻ. എല്ലാവരോടും ലാലേട്ടൻ അങ്ങനെയാണ്. അടുപ്പമുള്ള എല്ലാവരോടും ലാലേട്ടൻ അങ്ങനെയാണ്. ലാലേട്ടൻ്റെ പെരുമാറ്റം അങ്ങനെയാണ്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഡൗൺ ടു എർത്തായി നിന്ന് അല്ലേ? അതെ അതെ അതെ, വളരെ ഡൗൺ ടു എർത്താണ്. ഡൗൺ ടു എർത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഇതുമില്ല. നമുക്ക് ഒരിക്കലും ഇപ്പം നിങ്ങൾ കണ്ടാണല്ലോ, അവിടെ വെച്ച് നമ്മൾ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മീഡിയ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ നിന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു മടിയില്ലാതെ ലാലേട്ടൻ അവിടെ വന്ന് നിന്നു. നമ്മൾ ഫോട്ടോ എടുക്കുകയും ചെയ്തു. ലാലേട്ടൻ അതിനൊന്നും ഒരു പ്രശ്നമില്ല. കാരണം പുള്ളിക്കറിയാം നമുക്കത് ആവശ്യമാണ് എന്നറിഞ്ഞുകൊണ്ട് വളരെ കൃത്യമായിട്ട് അത് ചെയ്തു തരും ചെയ്യും. അതോടൊപ്പം മറ്റൊരു സന്ദർഭത്തിൽ തങ്ങളുടെ ചേട്ടൻ്റെ അച്ഛൻ മരിച്ച ഘട്ടത്തിൽ ലാലേട്ടൻ വിളിച്ചിരുന്നു അല്ലേ? അങ്ങനെ വിളിച്ചിരുന്നു. അതൊക്കെ ചെയ്യും ലാലേട്ടൻ. എൻ്റെ അച്ഛൻ മരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ അറിഞ്ഞു, ഞാൻ എത്താൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഒരു പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ തീർച്ചയായിട്ടും അത്രത്തോളം അടുപ്പം സൂക്ഷിക്കുന്നു എന്നുള്ള ഓരോ പരിചയപ്പെടുന്ന വ്യക്തികളും ഒക്കെ ആയിട്ട് എല്ലാവരും അതങ്ങനെയാണ്. പുള്ളി ലാലേട്ടൻ്റെ ഒരു സ്വഭാവം അതാണ്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകളോട് പുള്ളി അത്ര ഡീപ്പായിട്ട് ബന്ധമുണ്ടാകും. അത് എന്നോട് മാത്രമല്ല, മീഡിയയിൽ മാതൃഭൂമി തന്നെ ഒരുപാട് പേരോട് അങ്ങനെ വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് ലാലേട്ടൻ. അത് ലാലേട്ടൻ്റെ ഒരു സ്വഭാവമാണ്, അങ്ങനെ എല്ലാവരോടും ആ രീതിയിൽ പെരുമാറുക എന്നുള്ളത്. അതുകൊണ്ടാണ് ലാലേട്ടൻ ഇങ്ങനെയുള്ള പുരസ്കാരങ്ങൾ, നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ എവിടെയൊക്കെ വിമർശനങ്ങൾ എന്തുണ്ടായാലും അതിനപ്പുറത്ത് ലാലേട്ടൻ ഇങ്ങനെയുള്ള അംഗീകാരങ്ങൾ വരും. അതാണ് ലാലേട്ടൻ. എന്തായാലും അതുതന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. ആ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എല്ലാവർക്കും അദ്ദേഹം നന്ദി പറഞ്ഞു. താൻ 48 വർഷമായി ഈ സിനിമാ മേഖലയിൽ അങ്ങനെ നിൽക്കുന്നു. തന്നോടൊപ്പം സഞ്ചരിച്ചവരുണ്ട്. ആ ഘട്ടത്തിൽ ചിലർ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അവർക്കൊക്കെ ഈ അവാർഡ് താൻ സമർപ്പിക്കുകയാണ്. താൻ അധികം സ്വപ്നം കാണുന്ന ആളല്ല. ഒരു ശരാശരി രീതിയിൽ അങ്ങനെ കണ്ട് മുന്നോട്ട് പോകുന്ന ആളാണ്. മാത്രമല്ല താൻ ഇന്നിൽ ജീവിക്കുന്ന ആളാണ്. മാത്രമല്ല ഈ മുൻപ് ചില വിമർശനങ്ങളൊക്കെ വന്നിരുന്നല്ലോ ചില ഘട്ടങ്ങളിൽ നിന്ന് സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അതന്നല്ലേ, അത് കഴിഞ്ഞു, അത് തോളിലേറ്റി നടക്കുന്ന ഒരാളല്ല താൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടല്ലോ ദാസ എന്ന് പറഞ്ഞ് അദ്ദേഹം ആ ഒരു സിനിമ ഡയലോഗ് കൂടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക. അങ്ങനെ വളരെ സരസമായി വളരെ കാഷ്വലായി അദ്ദേഹം സംസാരിച്ചു, ഏവരോടും സംസാരിച്ചു. 23-ന് അദ്ദേഹം പുരസ്കാരം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് പോകാൻ ഇരിക്കുകയാണ്. എന്തായാലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു പുരസ്കാരമാണ് ലഭിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തെ വിളിച്ച ഘട്ടത്തിൽ അദ്ദേഹം ഒരു ആവർത്തി കൂടി ഒന്ന് പറയൂ എന്ന് അദ്ദേഹം പറഞ്ഞതായി അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു പുരസ്കാര ലബ്ധിയെ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി ഏവർക്കും സമർപ്പിച്ചുകൊണ്ട് സ്വീകരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, മലയാള സിനിമാ പ്രേക്ഷകരെയും മലയാളക്കരയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുന്ദരമായിട്ടൊരു മുഹൂർത്തത്തിലൂടെയാണ് നാമും കടന്നു പോകുന്നത്. കാരണം അത്രത്തോളം ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസവും കൂടിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. മാതൃഭൂമി ഫോട്ടോഗ്രാഫർ ടി.കെ. പ്രദീപിന് കേക്ക് മധുരം പകർന്നുകൊണ്ട് തൻ്റെ സന്തോഷം പങ്കുവയ്ക്കുകയായിരുന്നു മോഹൻലാൽ. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് പോയിരിക്കുന്നു. എസ് രാഗനാണ് കൊച്ചിയിലെ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടല്ലോ ദാസ എന്ന് ഒരു ചോദ്യത്തിന് മറുപടി അദ്ദേഹം കുസൃതി കലർത്തി പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. ആ സമയം എത്തിയിരിക്കുന്നു. ദാസ, മോഹൻലാൽ ഇതാ വളരെ പ്രധാനപ്പെട്ട പുരസ്കാരം, ഇന്ത്യൻ സിനിമയിലെ പരമോന്നത പുരസ്കാരം ലഭിച്ചു. അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ സന്തോഷ പ്രകടനമാണ് കൊച്ചിയിൽ നിന്ന് നമ്മൾ കണ്ടത്.